പാരമ്പര്യമുള്ള പത്രം മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രവർത്തിച്ചു, അതിലുള്ള വീഴ്ച അവർ സമ്മതിച്ചു എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം നൽകാം എന്ന് തീരുമാനമെടുത്തത്? ആ അഭിമുഖം വന്ന വഴി എന്താണ്? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും കാര്യങ്ങളുമല്ലേ. വീഴ്ച സമ്മതിച്ചുകൊണ്ട് ഹിന്ദു ഇറക്കിയ വിശദീകരണ കുറിപ്പിൽ വീഴ്ച നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലും നിങ്ങൾക്ക് വിശദീകരണം ഉണ്ടാകണമല്ലോ. എങ്ങനെയാണ് ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അത്തരമൊരു ഏജൻസി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല. പറഞ്ഞത് ഈ അഭിമുഖം വന്നത് ഇങ്ങോട്ട് ഞങ്ങളോട് ചോദിച്ചാവശ്യപ്പെടുകയായിരുന്നു, അത് ചെയ്തത് ഈ കേസൻ എന്ന ഏജൻസിയാണ് എന്നാണല്ലോ ഹിന്ദുവിന്റെ വിശദീകരണത്തിലുള്ളത്. ഹിന്ദുവിന്റെ വിശദീകരണത്തിലെ അവസാനത്തെ ഭാഗം നിങ്ങൾ ഉദ്ധരിക്കുന്നു, നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസൻ എന്ന ഏജൻസി ഇങ്ങോട്ട് വന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുക്കാമോ എന്ന് ചോദിക്കുകയായിരുന്നു എന്ന ഹിന്ദുവിന്റെ വിശദീകരണത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള എന്താണ്? ആ അഭിമുഖം വന്ന വഴി എന്താണ്? സംശയങ്ങൾ കിടമില്ലാത്തവണ്ണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലോകത്താരുടെ സംശയം മാറിയാലും ചിലരുടെ മാത്രം സംശയം മാറില്ല. അത് എന്ത് തരം ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമെന്ന് പറഞ്ഞു ഒരു ഏജൻസിയെയും ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് ജയ്ക്ക് പറഞ്ഞത് വിശ്വസിച്ചു. ഞാൻ ചോദിക്കുന്ന, അപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിലേക്ക് ഏർപ്പാടാക്കിയത് എങ്ങനെയാണ്? ആരാണ്? ഏത് വഴിയാണ്? സ്വാഭാവികമായും നിങ്ങളൊക്കെ എങ്ങനെയാണോ അഭിമുഖം തരപ്പെടുത്തുന്നത് ആ വഴി തന്നെ ആയിരിക്കും. മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമോ എന്ന് ചോദിക്കാൻ കേരളത്തിലെ സർക്കാർ നിലവിൽ ഒരാളെയും PR ഏജൻസി അല്ല, PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ അഭിമുഖം ആര് ചോദിച്ചതാണ്? ആരാണ് മുൻകൈ എടുത്തത്? ആരുടെ തീരുമാനമായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണ്ടേ? ജയിക്കിന് പറയാൻ പറ്റണ്ടേ? പകുതി മാത്രം പറഞ്ഞാൽ പോരല്ലോ, മുഴുവൻ പറയണ്ടേ? വസ്തുത എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ അങ്ങ് കാണിക്കുന്ന സംയമനത്തോടും സഹിഷ്ണുതയോടും ചേർന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ ചേർന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങയും അങ്ങയുടെ മാധ്യമ സ്ഥാപനവും എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്താറുള്ളത് അതേ വഴിയിലൂടെ തന്നെയാണ് ഇത് ഹിന്ദു പത്രത്തിന്റെ അഭിമുഖം സംഭവിച്ചിട്ടുള്ളത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. അഭിമുഖം വിവാദമായതുകൊണ്ടും മുഖ്യമന്ത്രി പറയാത്ത കാര്യം അതിനകത്ത് കൂട്ടിച്ചേർത്തത് കൊണ്ടും ആ കൂട്ടിച്ചേർത്ത കാര്യം വലിയ വിഭാഗീയത ഉണ്ടാക്കുന്ന ഗുരുതരമായ ഒരു പ്രസ്താവന ആയതുകൊണ്ടുമാണല്ലോ നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോൾ എങ്ങനെയാണ് അഭിമുഖം വന്നത് എന്നറിയണ്ടേ? എങ്ങനെയാണ് ഈ അഭിമുഖം? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഹിന്ദുവിനോട് ആവശ്യപ്പെട്ടതാണോ? ഹിന്ദു അഭ്യർത്ഥിച്ചതാണോ? അതിലൊരു വ്യക്തത വരുത്തൂ. പക്ഷെ പറയാത്ത കാര്യം കേരളത്തിലും ഇന്ത്യയിലും മറ്റു ചില മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് പോലെ പറയാത്ത കാര്യം പച്ചക്കള്ളം അച്ചടിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൈയോടുകൂടെ ചൂണ്ടിക്കാട്ടി. ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ അങ്ങോട്ട് പറയുന്നു, അങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം കൊടുക്കാനോ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ആ വിശദീകരണം വിശ്വസിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. വിശ്വസിച്ചു എന്ന് ഞാൻ പറയുന്നതിനെ ദയവായി വിശ്വസിക്കൂ. അപ്പോൾ ഈ അഭിമുഖത്തിന് മുൻകൈ എടുത്തത് എങ്ങനെയാണ്? ആരാണ് അഭിമുഖം ആവശ്യപ്പെട്ടത്? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഈ വിവാദമായ അഭിമുഖം തരപ്പെടുത്തിയത് എങ്ങനെയാണ്? ആരാണ് തുടക്കമിട്ടതെന്ന് താങ്കൾ എത്ര ചിരിച്ചാലും താങ്കൾക്കും ഇപ്പൊ അറിയില്ല, എനിക്കും അറിയില്ല. താങ്കൾ പറഞ്ഞിട്ടില്ല ജയ്. പറയാത്തൊരു കാര്യം എങ്ങനെ വിശ്വസിക്കും? അത് മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണ്. താങ്കൾ പറയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കും? താങ്കൾക്ക് അറിയില്ല. ആയിരിക്കാമെന്നാണല്ലോ, അല്ലാതെ താങ്കൾക്ക് അറിയില്ലല്ലോ. താങ്കൾക്ക് അറിയില്ലല്ലോ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പോയി ചോദിക്ക്, എങ്ങനെയാണ് CM-ന്റെ ഓഫീസറായിട്ട് എങ്ങനെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തുന്നോ അതേ വഴി തന്നെ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത ഗുരുതരമായ ഒരു പ്രസ്താവന ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് ഉച്ചവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കാതിരുന്നത്, സംശയം ഉയർത്താതിരുന്നത്, ഹിന്ദുവിനോട് തിരുത്താൻ ആവശ്യപ്പെടാതിരുന്നത്?
ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പൊതുസമ്മർദ്ദ പ്രകാരമാണ് അവർക്ക് ഇപ്പോഴെങ്കിലും ഖേദം പ്രകടിപ്പിക്കുകയും പറഞ്ഞത് പച്ചക്കള്ളവും പറയാത്തൊരു നുണയുമായിരുന്നു എന്നുള്ളത് അവർക്ക് സമ്മതിക്കേണ്ടതായി വന്നത് ഈ പൊതുസമ്മർദ്ദത്തിന് ശേഷമാണ്. അതെന്തിനാണ് അത്രയും ആനുകൂല്യം? സാധാരണ കേരളത്തിലെ മാധ്യമങ്ങളോടോ ഏതെങ്കിലും മാധ്യമങ്ങളോടോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രസ് ടീമും ഒന്നും ഈ സമീപനം സ്വീകരിക്കാറില്ലല്ലോ. ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച അഭിമുഖം, അതും സാധാരണ പോലെ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കലൊന്നുമല്ല, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. മുഖ്യമന്ത്രി പറയാത്തത്, ആ ഭാഗമേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പറയാത്തത് ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടും ഇത്തരത്തിൽ അനൗപചാരികമായി അത് തിരുത്താനുള്ള ശ്രമം നടത്തിയ എന്തുകൊണ്ടാണ്? സാധാരണ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഗതിയിൽ പത്രങ്ങളിൽ ഒരു ഗുരുതരമായ തെറ്റ് വന്നാൽ ഇത്ര ശക്തമായ പ്രതികരണം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായാൽ ഇന്ന് ഹിന്ദു ദിനപത്രത്തിന് ആ തിരുത്ത് പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഹിന്ദു അങ്ങനെയല്ല തിരുത്തിയത് എന്നതുകൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 1.5 ദിവസം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഞാൻ മനസ്സിലാക്കുന്നത് പരിമിതികളോടുകൂടെയെങ്കിലും ആ ദിനപത്രം ചില മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാർക്കും ചില മാധ്യമ പ്രവർത്തകർക്കും വൈകിയെങ്കിലും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. അല്ല, ഞാൻ അങ്ങ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെയാണെങ്കിൽ പിന്നെ അങ്ങ് അത് തുടർന്നു, എന്റെ വഴിക്ക് വിട്ടേര്. എനിക്ക് മറുപടി പറയാനുള്ള അവസരം. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊലയില്ലാത്ത കൊമ്പൻ. അങ്ങ് എത്ര ദീർഘസമയം എടുത്ത് സംഭാഷണം നടത്തി ചോദ്യം ചോദിക്കുന്നു, ഞാൻ മറുപടി പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓ അത് ശരി അതെന്താണ്, അങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇടപെട്ടുകൂടെ? അങ്ങനെ ചോദ്യം തടസ്സപ്പെടുത്തിക്കൂടെ? അതൊരു ശുദ്ധ മര്യാദഘട്ട ഏർപ്പാടല്ലേ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ദേശീയ ദിനപത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സംഘം വൈകിയെങ്കിലും ഒരു തിരുത്തലിനും തയ്യാറായി. പക്ഷേ 1.5 ദിവസം കഴിഞ്ഞിട്ടോ 1.5 വർഷവും 1.5 പതിറ്റാണ്ട് കഴിഞ്ഞാലും പറഞ്ഞ പച്ചക്കള്ളം തിരുത്താത്ത കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളും ഇല്ലേ? ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. പല മുതലാളിമാരും ഇല്ലേ? മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് മേനി നടിച്ച് പ്രവർത്തനം നടത്തി കള്ളം പറയുന്ന എത്ര ആളുകൾ കേരളത്തിന്റെ അനുഭവത്തിലുണ്ട്? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? വൈകിയെങ്കിലും ആ തിരുത്തലിന് അവർ തയ്യാറായി എന്നുള്ളത് ആശ്വാസികരമാണ്. അഭിമാനകരവും മാതൃകാപരവും എന്നുള്ളത് ആശ്വാസികരമാണ്. കാരണം കേരളത്തിന്റെ അനുഭവം എന്താ? പറഞ്ഞത് എത്ര പച്ചക്കള്ളമാണെങ്കിലും മാധ്യമ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ തിരുത്തി എന്ന് താങ്കൾ പറയുന്നത് എന്താണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞങ്ങളെ സമീപിച്ച PR ഏജൻസി എഴുതി തന്ന കാര്യമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് അവർ പ്രസിദ്ധീകരിച്ചത്. 4 മണിക്ക് മുൻപ് വന്ന വിശദീകരണമാണ്. ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിട്ടില്ല, ഔദ്യോഗികമായ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതെന്താണ്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. നിങ്ങൾ പറയുന്ന ആ പണി എടുക്കാനല്ലോ മുഖ്യമന്ത്രി ഓഫീസ്. ഇന്നലെ ഈ ചർച്ചയിൽ താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് താങ്കളെ പോലെ ഈ ചർച്ചയിൽ വന്ന് പങ്കെടുത്ത പാർട്ടി പ്രതിനിധി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വളരെ വസ്തുതാപരമാണ്. അതിൽ എന്താണ് പ്രശ്നമെന്നാണ് താങ്കളുടെ പാർട്ടി പ്രതിനിധി ഇന്നലെ രാത്രി ഇരുന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യത്തെ പാർട്ടി നേതാക്കൾ മുഴുവൻ ന്യായീകരിക്കുകയാണ്. ഇന്ന് രാവിലെ മന്ത്രി MB രാജേഷ്, മന്ത്രി മുഹമ്മദ് റിയാസ്, ഇവരൊക്കെ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇന്നലെ രാവിലെ പത്രത്തിൽ വന്ന അഭിമുഖം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ PR ഏജൻസിയുടെ ആരും മുഖ്യമന്ത്രിയുടെ കൂടെ ഈ അഭിമുഖത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇങ്ങനെ ഹിന്ദു പത്രത്തിന് എഴുതി കൊടുത്തിട്ടില്ല എന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പിച്ചതാണോ? ഇനി തിരുത്തേണ്ടി വരില്ലല്ലോ? ഉറപ്പില്ലടാ. ഒരു ഒറ്റ വാചകം പറഞ്ഞുകൊണ്ട് ഞാനെന്ന ഭാഗം അവസാനിപ്പിച്ചോളാം. ഈ വാചകങ്ങൾ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ വാചകങ്ങളാണെന്ന് തരത്തിൽ ഉൾപ്പെടുത്തിയത് വീഴ്ചയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. തെറ്റുപറ്റിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇത് വായിക്കുന്ന ഒരു മലയാളി എന്താ ഉറക്കം വരുന്നു. മുകളിലത്തെ വാചകം വായിച്ചിട്ടല്ലേ താഴത്തെ വാചകം വായിക്കുന്നത്? മുകളിലത്തെ വാചകത്തിൽ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ PR ഏജൻസി എഴുതി തന്നാണെന്ന്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അവസാനത്തെ 3 വാചകം മാത്രം വായിച്ച് മനസ്സിലാക്കിക്കോളൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആദ്യത്തെ 3 വാചകത്തിന് ആര് ഉത്തരം പറയണം? ഹിന്ദു ദിനപത്രം പറയണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയണോ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു.
അതും ഇല്ലാതായി. മനോരമ ആവശ്യപ്പെടുന്ന സമയത്ത് പറയാനല്ല പാർട്ടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആളുകളെ ഇരുത്തിയിരിക്കുന്നത്. അത് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ അതിനും PR ഏജൻസി പറയണോ? CPR ൽ ഇരിക്കുന്ന PR ഏജൻസി പറയണോ? ആളുകളായിരിക്കും. അതും PR ഏജൻസി പറയണോ ഇനി? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. PR ഏജൻസിക്കാരും മലയാള മനോരമയും പറയുമ്പോൾ അഭിപ്രായം പറയാനും പ്രതികരിക്കാനും പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാനും അല്ല പാർട്ടിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലും ആളിരിക്കുന്നത്. അതാണ് ഞാൻ തിരികെ പറഞ്ഞത്. അങ്ങേക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നന്നായി മനസ്സിലായി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു മാറ്റവും ഇല്ലല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.